എന്താ ഇത് റോഡാ തോടാ പഠിച്ച തമ്പുരാനെ റോഡിൻ്റെ അവസ്ഥകളിലെ ഇത് കുളമാണെന്നുണ്ട്. സൈലന്റ് വാലി നാഷണൽ പാർക്കുള്ള റോഡിന്റെ അവസ്ഥ ഇപ്പത് ഇതൊക്കെ ശരിക്ക് എന്താ നിങ്ങളെ അഭിപ്രായം? ഇതൊക്കെ നേരാക്കി നമ്മളെ സൈലന്റ് വാലി ടൂറിസം ഒന്ന് ഉഷാറാക്കുകയാണെങ്കിൽ നല്ലൊരു വരുമാനമായി മാറൂലേ കേരളത്തിന്? നല്ലൊരു വരുമാനം അല്ലേ? അത്യാവശ്യം നാഷണൽ പാർക്കല്ലേ, ടൂറിസ്റ്റുകൾക്ക് ആകർഷിക്കാൻ പറ്റും. അതെ അതെ അതെ. ഇത് എന്താണല്ലേ കേരളത്തിന്റെ അങ്ങേ അറ്റത്തുനിന്നും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾക്ക് വരാൻ പറ്റുന്നൊരു വഴിയും കാര്യങ്ങളൊക്കെ. അതെ അതെ. മറ്റേ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആ വരുന്ന അധികം പോരാ, അതൊക്കെ ഇപ്പൊ ഉഷാറായിക്കണം. ആ റോഡൊക്കെ ഉഷാറായി. ഈ റോഡാണ് പറ്റത്. ഇപ്പൊ ഇതാണ് അവസ്ഥ. എന്താണ് അവസ്ഥ? 2 കൊല്ലമായി ഇത്. എന്തായാലും ഇതൊക്കെ അധികാരികൾ എന്താ നമ്മളെ കേരളത്തിലെ അവസ്ഥ ഇതാണ്. ഇതൊക്കെ വല്ല തമിഴ്നാട്ടിൽ വരുന്ന വെച്ചാൽ ഈ റോഡൊക്കെ എപ്പോഴോ ശരിയാക്കി. കേരളത്തിന് പുച്ചിക്കല്ല അങ്ങനെ ഉൾറോഡുകളൊക്കെ ഈ അട്ടപ്പാട് കഴിച്ച നാഷണൽ പാർക്ക് സൈലന്റ് വാലി നാഷണൽ പാർക്കിലേക്ക് പോകണ റോഡിൻ്റെ അവസ്ഥ ഇതാന്നൊക്കെ പറയുമ്പോൾ ടൂറിസ്റ്റുകൾ വിദേശികളൊക്കെ വരുമ്പോഴേ ഈ 2 കൊല്ലമായിട്ട് ഇപ്പം തന്നെയല്ലേ അവസ്ഥ. നമുക്ക് അതൊരു മറ്റേ അപമാനകരമാണ്. അഭിമാനം എന്ന് പറയാൻ പറ്റൂല, അപമാനം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ ഈ റോഡ് ടാർ ചെയ്ത് റബ്ബറൈസർ ആക്കണമെന്നാണ് ഞങ്ങളെ അഭിപ്രായം, ഞങ്ങളെ ആഗ്രഹം. എന്നിട്ട് ഇതിനകത്ത് യാത്ര ചെയ്താൽ മതി ഒരു സമാധാനമായിട്ട്. നമ്മളിവിടെ അടുത്ത ജംഗ്ഷൻ ആനമൂടി എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ എത്താൻ പോകുന്നത്. ഇവിടെ ഇങ്ങനെ ഈ താറാവ് മുട്ട പഴംപൊരിയൊക്കെ കിട്ടുന്ന കടകളുള്ളത്. താറാവ് മുട്ട പുഴുങ്ങിയത്, അതുപോലെ പഴം മുഴുവനായിട്ടും പൊരിച്ചത്. പഴംപൊരി സാധാരണ പഴം ഇങ്ങനെ പീസ് പീസാക്കിയിട്ടാണ് ഉണ്ടാക്കുക. ഇത് പഴം മുഴുവനായിട്ട് പൊരിക്കണ താറാവ് മുട്ടയും പഴംപൊരിയും കിട്ടണ അതാ കട. താറാവ് മുട്ടയും പഴംപൊരിയും കിട്ടണ ഇത് അവിടെയാണ് ഈ കടകൾ. ഇതൊക്കെ താറാവ് മുട്ടയും പഴംപൊരിയും കിട്ടുന്ന കടകളാണ്. അവിടെ മൊത്തം താറാവ് മുട്ടയും പഴംപൊരിയും തന്നെ ഉള്ളാനാ മോളി. സംഗതിയൊക്കെ ആനമൂടി കഴിഞ്ഞാൽ പിന്നെ റോഡ് വലിയ കുഴപ്പമില്ല. ചുരത്തിലുള്ള റോഡൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡാണ്. പിന്നെ ചുരം യാത്ര ഒരു വൈബാണ്, രസകരമായ ഒരു അനുഭവമാണ്. അത് വന്ന് കാണാൻ പറ്റാത്ത ആളുകൾക്ക്, കാണാത്ത ആളുകൾക്ക് അതെ അവരൊക്കെ ഈ മഴ പെയ്യുന്ന സമയത്തൊക്കെ വന്ന് കാണുമ്പോഴേ അതെ പ്രത്യേക വൈബാണ്, പ്രത്യേക രസമാണ്, വൈബാണ്. റോഡ് സൈഡിലുള്ള കശുമാവും തോട്ടൊക്കെ ഇപ്പൊ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് അറിയില്ല. അതെ അതെ, റോഡൊക്കെ ഉഷാറാകുന്ന പ്രതീക്ഷയിൽ അതല്ലേ പറയുന്നത്. മലയൊക്കെ നല്ല അടിപൊളി തന്നെയാണ്. ടൂറിസ്റ്റുകളെ കൂടുതൽ ആകർഷിക്കാൻ പറ്റുന്ന നല്ല മേഖലയാണ് അട്ടപ്പാടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പഴയ പോലെയല്ല. ആദ്യമൊക്കെ തീരെ വില ഉണ്ടാകുന്നില്ല. സെൻറ്റിന് 4000, 2000, 3000 കിട്ടിയത്, 1000, 500 വരെ കിട്ടിയിരുന്നത്. അട്ടപ്പാടിയിൽ തമിഴന്മാരങ്ങോട്ട് സ്ഥലം വാങ്ങി കൂട്ടിയിട്ട് മക്കളെ എങ്ങനെ പറയണമെങ്കിൽ സെൻറ്റിന് 50,000 തൊട്ടിട്ടുള്ളൂ ഇപ്പോൾ സ്ഥലം. അപൂർവമായിട്ട് വല്ല കാര്യസ്ഥലം ഒരു 30,000, 40,000. അതെ, 50,000 കിട്ടിയ തോട്ടങ്ങൾക്കൊക്കെ ഇപ്പൊ നല്ല വിലയിക്കണം. നമ്മൾ കരുതി നുണ പറയണം. നുണ പറയല്ല. നിങ്ങൾ ഈ വീഡിയോ കാണുന്നോല് ശരിക്കും അങ്ങനെ സ്ഥലത്തിന് ആവശ്യമുള്ളവർ വന്നിട്ട് അങ്ങനെ വില ഇല്ലാതെ കരുതുന്ന ഒന്ന് അന്വേഷിക്കണം. അപ്പം അറിയാൻ ഇവിടുത്തെ വില. പുടുത്തം മുട്ട വില ഇരിക്കണേ. എന്താന്നാ പറയണത്? അതെ, എവിടെ കിട്ടണത്? ഈ തമിഴന്മാര് തമിഴ്നാട്ടിൽ നിന്ന് പോലെ 1 ഏക്കർ വിറ്റാൽ ഓർക്ക് ഒരു 10 കോടി കിട്ടും. അതിൽ ഇവിടെ വന്നിട്ട് ഓല് എന്ത് ചെയ്യും? 10 ഏക്കറായിട്ട് പോകാം. അപ്പോൾ ഇവിടെ വിലയായില്ലേ? അതന്നെ ഇവിടെ സംഭവിച്ചും കൊണ്ടിരിക്കണത്. അവിടെ അപ്പം എന്താണ് മലയാളികൾക്കൊന്നും ഭൂമി വാങ്ങാൻ പറ്റാതെ ആയി. അതന്നെ ഇപ്പോൾ ഒക്കെ തമിഴന്മാരുടെ കയ്യിലാണ്. അട്ടപ്പാടി ഏകദേശം ഇപ്പോൾ തമിഴന്മാരുടെ കയ്യിലായി കഴിഞ്ഞു. തമിഴന്മാർ പിന്നെ എന്താ പറയുക, പാടിയെടുക്കും. ഇവിടെ നല്ല പാടിയെടുത്ത് ജീവിക്കട്ടേന്ന്.